എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ കർക്കിടക മാസത്തിൽ, വിശേഷമായിട്ടുള്ള രാമായണ മാസത്തിൽ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദക്ഷിണ അയോധ്യ എന്ന് പേര് കേട്ടിട്ടുള്ള വള്ളുവനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള സാക്ഷാൽ കരിമ്പുഴ ശ്രീരാമസ്വാമിയുടെ തിരുമുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ശ്രീരാമസ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട പ്രതിഷ്ഠകളിൽ ഒന്നായിട്ടുള്ള ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ടുള്ള ഭാവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാഭാവമായിട്ട് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് രാജവംശവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ തരത്തിലുള്ള ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കരിമ്പുഴ ശ്രീരാമസ്വാമിയുടെ കഥകളാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൽ പണ്ട് കാലങ്ങൾ ഒരു പുനഃപ്രതിഷ്ഠ ആദ്യമായി നടത്തി വരേണ്ടുന്ന സമയത്ത് ബിംബത്തിന് കേടുപാടുണ്ട് എന്ന് പറഞ്ഞ് പണ്ട് എറൾപ്പാട് രാജാവ് ഇവിടെ തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ബിംബമായതുകൊണ്ട് നമുക്ക് കൈപ്പണി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു നായർ തറവാട്ടിൽ, കൈപ്പേടത്തെ നായർ തറവാട്ടിലെ വിഗ്രഹം അവിടുന്ന് ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ പ്രതിഷ്ഠിച്ചിട്ട് ഇത് കൈപ്പേടത്തെ നായരെ അല്ല എന്നുള്ള നിലയ്ക്ക് ഇവർ വാദിച്ച് നിർത്തിയ സമയത്ത് ആ ബിംബം നായരുടെ അണിച്ചു കഴിഞ്ഞാൽ നട തുറക്കുന്ന സമയത്ത് പടിഞ്ഞാട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, നായരുടെ ആണെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നു പറഞ്ഞ് അതിലെ കൊട്ടിയടച്ചു. ശേഷം തുറന്നതിന് ശേഷം പടിഞ്ഞാട്ട് തിരിഞ്ഞ് ദർശനമായി. അപ്പോൾ അതിൻ്റെ വിഷമം, ആ കൈപ്പടനാർക്ക് കുടുംബത്തിനുള്ള വിഷമം നീക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും കൂടി ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അത് വർഷം എല്ലാ മണ്ഡലകാലത്തും വൃശ്ചിക മാസത്തിലെ 30 വ്യാഴാഴ്ച മുഖന്തിരി പലഹാരം എന്നുള്ള ചടങ്ങായിട്ട് ഇവിടെ നടന്നു പോരാറുണ്ട്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം ബലികർമ്മങ്ങൾക്ക് ഏറെ വിശേഷപ്പെട്ട സ്ഥാനമായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. തൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥന് ഭഗവാൻ ഇവിടെ വെച്ച് ശ്രാദ്ധം നടത്തിയെന്നും ബലികർമ്മങ്ങൾ നടത്തിയെന്നും അതിനുശേഷമാണ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായത് എന്നുമാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ബലികർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നടക്കാറുള്ളത്. നിത്യേന ഇവിടെ ബലിയിടാനുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്തായിട്ടുള്ള കരിമ്പുഴ എന്ന് വിളിക്കപ്പെടുന്ന പുഴ തീർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. ആ തീർത്ഥത്തിൽ പിതൃക്കൾക്ക് ബലിയിടുന്നവർക്ക് മോക്ഷവും സായുജ്യവും ലഭിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. നിരവധിയായിട്ടുള്ള ഭക്തരാണ് ബലികർമ്മങ്ങൾക്കായിട്ട് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളതാണെങ്കിലും ശ്രീരാമസ്വാമിയാണ് ഈ വിഗ്രഹത്തിൽ സങ്കല്പിച്ചിട്ടുള്ളത്. ഭഗവാൻ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് സരയൂ നദിയിലേക്ക് ഭഗവാന്റെ ദേഹത്യാഗം ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഭാവമാണ് ഈ ക്ഷേത്രത്തിലെ ഭാവം. ഈ ക്ഷേത്രത്തിൻ്റെ അവകാശം പ്രാചീനമായിട്ട് തന്നെ കോഴിക്കോട് സാമൂതിരി കുടുംബാംഗമായിട്ടുള്ള സാമൂതിരിയുടെ അനന്തരാവകാശിയായിട്ടുള്ള ഏറാൾപ്പാട് തമ്പുരാനാണ്. ഇന്നും ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണുള്ളത്. ഈ ക്ഷേത്രത്തിന് പുറകിലുള്ള പ്രധാനപ്പെട്ട ഐതിഹ്യം, ഏറാൾപ്പാട് ഇവിടെ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ടൊരു വിഗ്രഹം പണികഴിപ്പിക്കുകയും അത് പ്രതിഷ്ഠാ സമയത്ത് പ്രതിഷ്ഠായോഗ്യമല്ലാത്ത അതിലെന്തൊക്കെയോ തകരാറുകൾ ഉണ്ടായി എന്നാണ് പറയുക. ആ സമയത്ത് ഇവിടെ അടുത്തുള്ള ഒരു നായർ തറവാടെന്ന്, കൈപ്പേടത്തെ നായർ തറവാടെന്ന് പറയും, അവിടെ ഉണ്ടായിരുന്ന ഉപാസനാ വിഗ്രഹം ബലാത്കാരമായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെയൊക്കെ ഏറാൾപ്പാട് നിരാകരിച്ചു. ഇത് ഇവിടുത്തെ വിഗ്രഹമാണെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് കൈപ്പേടത്തെ നായർ തറവാട്ടിലെ കാരണവർ ഭഗവാനോട് പറഞ്ഞ് അപേക്ഷിച്ചു എന്നാണ്, ഭഗവാൻ ഇത് എൻ്റെ വിഗ്രഹമാണെന്നുണ്ടെങ്കിൽ അങ്ങ് എന്നെ നോക്കിയിരിക്കണേ, പടിഞ്ഞാട്ട് നോക്കിയിരിക്കണേ എന്നുള്ള ഭാവത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് പ്രതിഷ്ഠിച്ചിരുന്ന ഈ വിഗ്രഹം ഭഗവാന്റെ നട തുറന്ന സമയത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞ ഭാവത്തിലേക്ക് വന്നു. ഏറാൾപ്പാടിന് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയെന്ന് അദ്ദേഹം പടിഞ്ഞാട്ട് ഭാഗത്തിലേക്ക് തന്നെ ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമി അല്ലാതെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായിട്ട് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട്. ഒപ്പം തന്നെ സാക്ഷാൽ മഹാദേവന്റെ സാന്നിധ്യം, ശാസ്താവിൻ്റെ സാന്നിധ്യം, ഇതൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഒപ്പം തന്നെ വിശേഷമായിട്ട് ഏറാൾപ്പാട് തമ്പുരാൻ്റെ വക ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരദേവതാസ്ഥാനത്ത് വർത്തിക്കുന്ന തിരുവളനാട് ഭഗവതിയുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാഗണപതിയുടെ പ്രതിഷ്ഠയും ഒപ്പം ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ പുണർദം നാൾ തൊട്ടിട്ടുള്ള ദിവസങ്ങളിലാണ്. അന്നത്തെ ദിവസമാണ് ഇവിടെ ഭഗവാന്റെ കൊടിയേറ്റം. വിശേഷമായിട്ട് കേരളീയ കലകൾക്കൊക്കെ
വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മറ്റൊരു സമയമാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാമായണ മാസക്കാലം. നിരവധിയായിട്ടുള്ള ഭക്തരാണ് കർക്കിടക മാസത്ത് കരിമ്പുഴ ശ്രീരാമസ്വാമിയെ കണ്ട് സായുജ്യം അടയാനായിട്ട് ഇവിടെ എത്താറുള്ളത്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളും ഐതിഹ്യങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമായി വീണ്ടും നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.